ചരിതം രഘുനാഥസ്യ ശതകോടിപ്രവിസ്തരം ഏകൈകമക്ഷരം പുംസാം മഹാപാതകനാശനം വാൽമീകിഗിരിസംഭൂത രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാ പുനാതിഭുവനത്രയം വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണ ശൃണ്വൻ രാമകഥാനാദം കോനയാതി പരാം ഗതിം. രാമായണം ജീവാമൃതം കർക്കടകം 30. ആദികാവ്യമിദം ത്വാർഷം പുരാ വാൽമീകിനാ കൃതം യശൃണോതി സദാ ഭക്ത്യാ സയച്ഛേദ് വൈഷ്ണവീം തനും. പുത്രധാരാശ്ച വർദ്ധന്തേ സമ്പദഃ സന്തതിസ്തഥാ സത്യമേതദ്വിദിത്വാതു ശ്രോതവ്യം നിയതാത്മഭിः. ഗായത്ര്യാശ്ച സ്വരൂപം തദ് രാമായണമനുത്തമം യഃ പഠേത് ശൃണുയാത് നിത്യം ചരിതം രാഘവസ്യഃ. ഭക്ത്യാ നിഷ്കൽമഷോ ഭൂത്വാ ദീർഘമായുരവാപ്നുയാത് ചിന്തയേത് രാഘവം നിത്യം ശ്രേയഃ പ്രാപ്തും യയിച്ഛതി. ശ്രാവയേതിദമാഖ്യാനം ഭ്രമണേഭ്യോ ദിനേ ദിനേ യസ്ത്വിദം രഘുനാഥസ്യ ചരിതം സകലം പഠേത് സോസുക്ഷയേ വിഷ്ണുലോകം ഗച്ഛത്യേവ ന സംശയ. പിതാ പിതാമഹസ്തസ്യ തഥൈവ പ്രപിതാമഹ തത്പിതാ തത്പിതാ ചൈവ വിഷ്ണും യാന്തി ന സംശയ. ചതുർവർഗപ്രദം നിത്യം ചരിതം രാഘവസ്യ തു തസ്മാദ് യത്നവദാ നിത്യം ശ്രോതവ്യം പരമം സദാ. ശൃണ്വൻ രാമായണം ഭക്തിയാ യഃ പാദം പദമേവ വാ സയാതി ബ്രഹ്മണസ്ഥാനം ബ്രഹ്മണാ പൂജ്യതേ സദാ. ഏവമേതത് പുരാവൃത്തമാഖ്യാനം ഭദ്രമസ്തു വ പ്രവ്യാഹരത വിശ്രബ്ധം ബലം വിഷ്ണോ പ്രവർദ്ധതാം. ഏവമേതത് പുരാവൃത്തമാഖ്യാനം ഭദ്രമസ്തു വ പ്രവ്യാഹരത വിശ്രബ്ധം ബലം വിഷ്ണോ പ്രവർദ്ധതാം. ഏറെക്കുറെ ചരിത്ര സദൃശമായ ഒരു ഇതിഹാസമെന്ന നിലയ്ക്കുള്ള രാമായണ പാരായണത്തിൻ്റെ വഴിയാണ് ഇതുവരെയുള്ള ചർച്ചകൾക്ക് ആധാരമാക്കിയിട്ടുള്ളത്. ജീവിച്ചിരുന്നവരോ ജീവിച്ചിരിക്കാൻ ഇടയുള്ളവരോ ആയ ചില നര വാനര രാക്ഷസ വ്യക്തികളുടെ ചരിതമെന്ന നിലയ്ക്കല്ലാതെ രാമായണം നമുക്ക് പാരായണം ചെയ്യാൻ സാധ്യമാണ്. ഉദാഹരണത്തിന് പ്രകൃതിയിൽ നിയമേന അരങ്ങേറുന്ന ഋതുപരിണാമ നാടകത്തിന് വ്യക്തതയുള്ള കഥാപാത്രങ്ങളുടെ രൂപം ആരോപിച്ചതാണെന്ന ഒരു പാരായണത്തിനുള്ള സാധ്യത. രാമൻ സൂര്യവംശജാതൻ, സുഗ്രീവൻ സൂര്യപുത്രൻ. അവർ തമ്മിൽ സഖ്യത്തിന് ആ കാരണം മതി. അവരെ ഗ്രീഷ്മത്തിൻ്റെ ആകാരങ്ങളായി കൽപ്പിക്കാം. വർഷഋതുവിൻ്റെ ആഗമനം ആരവത്തോടെയാണ്. ശബ്ദം കൊണ്ട് ഭുവനത്തെ വിറപ്പിച്ചും കൊണ്ടുള്ള വരവ്, അത് രാവണനും പ്രസക്തം. 10 ദിക്കിലേക്കും വ്യാപ്തി രണ്ടിനുമുണ്ട്. രാമൻ ദശരഥപുത്രൻ, രാവണൻ ദശമുഖൻ. രാവണപുത്രൻ മേഘനാഥൻ. മല കൊണ്ട് പന്താടും പോലെയുള്ള വിക്രമങ്ങൾ വർഷഋതുവിനും രാവണനും ഒരുപോലെ വരും. സുഗ്രീവൻ ഗ്രീഷ്മത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ബാലി വർഷഋതുവിൻ്റെ ദേവനായ ഇന്ദ്രൻ്റെ പുത്രനാകയാൽ വർഷഋതുവിനെ സൂചിപ്പിക്കുന്നു. വാനര കുടുംബത്തിലെ താരയും നരകുടുംബത്തിലെ സീതയും ഭൂപ്രതീകങ്ങൾ. ഗ്രീഷ്മം രാമൻ പരിഗ്രഹിച്ച ഭൂമിയെ, സീതയെ വർഷം അഥവാ രാവണൻ അപഹരിക്കുന്നു. വീണ്ടെടുക്കലിലൂടെ ഋതുചക്രം ഒരു വട്ടം പൂർത്തിയാകുന്നു.
രാമൻ എന്ന അന്തരാത്മാവ് താമസ രാജസ മായകളെ കീഴ്പ്പെടുത്തുന്നതിൽ വിജയിക്കുന്ന കഥയാണ് യുദ്ധങ്ങൾ. കാമക്രോധ ലോഭങ്ങൾ, ഖരദൂഷണ ത്രിശിരസ്സുകൾ, മോഹം മാരീചൻ. അവരെ നിഗ്രഹിച്ചതിന് ശേഷം ഹനുമാനെന്ന ഭക്തിയിലൂടെ അജ്ഞാനസാഗരം തരണം ചെയ്യുന്നു. കുംഭകർണൻ എന്ന മതത്തെയും ഇന്ദ്രജിത്ത് എന്ന മാത്സര്യത്തെയും ഒടുവിൽ രാവണൻ എന്ന അഹന്തയെയും നിഗ്രഹിക്കുന്നു. ശരീരത്തിലെ ഓരോ കോശത്തിനും സ്വതന്ത്രമായ സത്തയുണ്ട്. ഓരോ അവയവത്തിനും സ്വീയമായ പ്രവർത്തന സ്വഭാവമുണ്ട്. എന്നാൽ അവയെല്ലാം ഞാൻ എന്ന അന്തശ്ചേതനയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നു. ഇതുപോലെയാണ് വ്യക്തിസത്തയുടെ വ്യാപാരമണ്ഡലം പ്രപഞ്ചസത്തയോട് ഏകീഭവിക്കുന്നത്. രാമൻ എന്ന വ്യക്തിയുടെ കേന്ദ്രസ്ഥാനമായ ഈ വികസിത സത്തയാണ് മഹത്വ മാതൃകയായ രാമൻ അഥവാ രാമത്വം. കോശങ്ങൾ ആത്മാവിലേക്കെന്ന പോലെ സമഷ്ടിയിലെ ഓരോ കണവും ഈ ഏകതയിലേക്ക് ആകൃഷ്ടമാകുന്നു. ഓരോ വ്യഷ്ടിയിലും സമഷ്ടിയോട് ഏകീഭവിക്കാനുള്ള ത്വര പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഏകീഭവന ത്വരയിൽ നിന്നാണ് സാഹിത്യം ഉറവെടുക്കുന്നത്. അതിനെയാണ് സാഹിത്യം സമ്പുഷ്ടമാക്കുന്നതും. ഭുജിക്കാനെന്ന പോലെ ത്യജിക്കാനുള്ള വാസനയും മനുഷ്യന് സഹജമാണെന്ന് ഗീതയിൽ പറയപ്പെട്ടിട്ടുണ്ട്. സഹയജ്ഞാഹ പ്രജാസൃഷ്ട്വ എന്നതിൻ്റെ അർത്ഥം അതാണ്. പ്രജകളെ സഹയജ്ഞരായി സൃഷ്ടിച്ചിട്ട് ഇതിനാലെ നിങ്ങൾ വൃദ്ധി പൂകുക എന്ന പ്രജാപതി വഴികാട്ടിക്കൊടുക്കുന്നു. വ്യക്തിസത്തയുടെ മാനുഷിക സത്തയോടുള്ള ഉദ്ഗ്രഥനം എന്ന തത്വം യജ്ഞതത്വം തന്നെ. രാമൻ്റെ ഈ കഥ ഈ വികാസത്തിൻ്റെ കഥയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഋഗ്വേദ മന്ത്രമുണ്ട്. കേരള ബ്രാഹ്മണർ ആ മന്ത്രം കൊണ്ടാണ് രാമനെ ഉപാസിച്ചിരുന്നത് എന്ന് VK ഭട്ടതിരിപ്പാട് വ്യക്തമാക്കുന്നു. ഭദ്രോ ഭദ്രയാ സജമാന ആഗാത് സസ്വാരഞ്ജാരോ അഭ്യേദി പശ്ചാത് സുപ്രകേതേർ ദ്വിഭിരശ്ഞർ വിദിഷ്ട അന്ത്രു ഷദ്ഭിർ വർണ്ണൈരഭിരാമമസ്താത്. രാമകഥ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. ഗാർഹപത്യാഗ്നിയുടെ ആഹവനീയാഗ്നിയിലേക്കുള്ള സഞ്ചാരവും രാവിരുട്ടിനെ കീഴടക്കുന്ന അഗ്നിയുടെ ജ്യോതിസ്വരൂപവും ധ്വനിപ്പിക്കുന്നത് വ്യക്തിതയിൽ നിന്ന് സമൂഹ തേജസ് എന്ന പരമാത്മാവിലേക്കുള്ള തേജോമയ വികാസമാണ്. ഏറ്റവും മഹാനായ മനുഷ്യനാര് എന്നതിന് നിദർശനമായി അനാവൃതമാകുന്ന രാമകഥ വ്യക്തിചേതസ്സിന് സമഷ്ടി ചേതസ്സുമായുള്ള ഉദ്ഗ്രഥനമെന്ന അഭിരാമകഥ തന്നെ. കഴിഞ്ഞ 30 ദിവസമായി രാമായണത്തിലെ വിവിധ ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. പലരും വ്യക്തിപരമായുള്ള വിമർശനങ്ങളും നിർദ്ദേശങ്ങളും നൽകി പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എല്ലാ സന്മനസ്സുകൾക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം വീണ്ടും ചില സന്ദർഭങ്ങളിൽ ചില ചിന്തകളുമായി നിങ്ങളുടെ മുന്നിലേക്കെത്താം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.